കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ കടി എന്താണെന്ന് വിചാരിച്ചാൽ റവ ഉപ്മാവാണ് കേട്ടോ. അപ്പോൾ അത് റവയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ റവ നല്ല രീതിയിൽ തന്നെ വറുത്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ചോക്ക തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റവ വറുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉപ്മാവിന് ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. പിന്നെ അതാക്കണം ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത റവയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം ഇട്ടോ പുഴുങ്ങാൻ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് പഴം കൂട്ടി കഴിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തു കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് വേവായിട്ടോ. അപ്പോൾ കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കുക, നമ്മളെ ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അതൊക്കെ വല്ലാതെ അങ്ങ് പൊട്ടുന്നുണ്ട്. സവാള, ഇഞ്ചി, ക്യാരറ്റ്, പച്ചമുളക് ഒക്കെ നല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു വഴന്ന് ഇട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചെടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ റവ ഇട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നന്നായിട്ട് ഒന്നാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും കുത്താൻ സമ്മതിക്കരുത്. അപ്പോൾ നമ്മളെ റവ എല്ലാ ഭാഗത്തും വെന്ത് വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. തീ സിമ്മിലാണ്. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അടച്ചേക്കാം. പിന്നെ മാവിൽ നിന്ന് കറിവേപ്പിലേൻ്റെ കുറവുണ്ട് കേട്ടോ. കറിവേപ്പില നമ്മളടുത്ത് ഇല്ലാത്തത് കാരണം ഞാൻ വേപ്പില ഇട്ടിട്ടില്ല. അതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും പൊളിച്ചാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അടിപൊളിയാണ്. റവ ഉപ്പുമാവ് കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല സൂപ്പറാവും കേട്ടോ. അപ്പോൾ റവ വറുക്കുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ റവ ഉപ്പുമാവ് വേറെ ലെവലാ മക്കളെ, സൂപ്പറാ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാ പറഞ്ഞത്? എന്നിട്ട് മുട്ടയില് മാവ് ഇങ്ങനെ കുഴച്ച് എന്നിട്ട് നേരെ മുട്ട ഇങ്ങനെ മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ആ ഫ്രൈ ചെയ്യുന്നതോടെ വെള്ളത്തിലിട്ട് അത് കോരിയെടുത്ത് അങ്ങനെ കഴിക്കുക. ആണോ? അയ്യോ, ചിക്കൻ തിന്നെ പൂതിയുണ്ടോ? ഏത് ചിക്കനാ ഇഷ്ടം? ഫ്രൈഡ് ചിക്കൻ. ആണോ? എന്നാ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് വിചാരിക്കുക, എന്നിട്ട് ഈ ഉപ്പുമാവ് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി, ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങാൻ കേട്ടോ നമ്മളെ ക്ലീനിങ്. ആദ്യം തന്നെ കിച്ചണൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കുക. സിങ്കൊക്കെ ഒന്ന് കഴുകുക. പിന്നെ നമ്മളെ വീതനൊക്കെ ഒന്നുകൊണ്ട് തുടച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ ക്ലീനിങ് പിന്നെ അടിക്കാനും തുടയ്ക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ.
അടുക്കള ഒന്നുകൊണ്ട് നീറ്റായി കിടന്നാൽ തന്നെ പകുതി ആശ്വാസം എന്ന് പറയാം. പിന്നെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല നീറ്റിലായി തന്നെ കൊണ്ടെടുക്കാം കേട്ടോ. ഒരു 3 ബെഡ്റൂമുള്ളൊരു വീടിന് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ എന്ന് പറയുന്നത് ധാരാളമാണ്. ആ സമയത്ത് നമ്മൾ ഫോണും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കരുത്. വെറും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ആയി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തീരും കേട്ടോ. അപ്പോൾ രാവിലത്തെ മക്കളെ സ്കൂൾ പോക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. നമ്മൾ അവിടെ ഇവിടെയും കിടക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഓരോ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ഭാഗത്ത് ഒക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റാക്കി വെക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള. അപ്പോൾ ഞാൻ റിമോട്ട് വെക്കുന്നത് ടി-വിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. പുസ്തകങ്ങളൊക്കെ ഇതാക്കുന്നു അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണ്. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാലുണ്ടാവും ഇതുപോലെ അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൂട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആദ്യം തന്നെ വാഷിംഗ് മെഷീനിലാണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ പ്രധാന ആയുധമാണല്ലോ ചൂലുമുറും കൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാറാലൊക്കെ തട്ടാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തട്ടലുണ്ട് കേട്ടോ. അപ്പോൾ തട്ടിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുക തുടയ്ക്കുക ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇതുണ്ടോ കൊലയിലൊക്കെ കിടക്കുന്നത് റബ്ബറിൻ്റെ ഇലയാണ് കേട്ടോ. നല്ല കാറ്റാണ്. നമ്മുടെ മുറ്റമൊക്കെ നല്ല രീതിയിൽ തന്നെ പരന്നിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യൽ പാത്രം മോറലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് കണ്ട് ഇറങ്ങാമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തോ രാവിലെ ഞാൻ മുറ്റടിക്കാറില്ല. കാര്യം ഒരു കാര്യമില്ല കേട്ടോ. അടിച്ചിട്ട് നമ്മൾ റബ്ബറിൻ്റെ ഇല കൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വൈകുന്നേരമാണ് അടിക്കാറ്. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോഫേൻ്റെ വിരിയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്നാണ്ട് അടിച്ച് വാരി കൊടുക്കുകയാണ്. നമ്മളെ ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിറച്ച സാധനങ്ങളുണ്ടാവും കേട്ടോ നമ്മളെ മക്കൾ പോകാനാകുമ്പോഴേക്കിന്. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കുകളൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഞാനൊരു 100 ലൈക്കായാലും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ പറഞ്ഞെങ്കിലുള്ളൂ നിങ്ങൾ ലൈക്ക് അടിക്കുക. പറയാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കിൻ്റെ ബട്ടൺ നിങ്ങൾ ആരും ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യൂല. എന്തായാലും നമ്മൾ അടിച്ചുവാരൽ ഇവിടെ പുരോഗമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടേബിളിൻ്റെ ചുവട്ടിലൊക്കെ നന്നായിട്ട് അടിച്ചു വരുകയാണ്. സാധാരണ ഞാൻ ബ്രഷ് കൊണ്ടാണ് അടിച്ചു വാരൽ. പിന്നെ ഈ ഈർക്കളച്ചൂല് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ പരിപാടി വേഗം കഴിയും കേട്ടോ. പിന്നെ മുടി സംഭവങ്ങളൊക്കെ കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മളെ ബ്രഷാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഹാളും റൂമൊക്കെ നന്നാക്കി വന്നിട്ടുണ്ട്. പിന്നെ അതാക്കൊണ്ട് നമ്മളെ ഡൈനിങ് ടേബിൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പണികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാക്കൊണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൊണ്ട് എടുത്ത് വെക്കുകയാണ്. ഓർഡർ തെറ്റി പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ ടേബിളൊക്കെ നന്നായിട്ടൊന്നാണ്ട് തുടച്ച് വൃത്തിയാക്കിയും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ നിലം ഒന്ന് അടിച്ചു വാരാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും അടിച്ചു വാരൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാക്കൊണ്ട് നമ്മുടെ ഹാളിലുള്ള ടേബിളൊക്കെ ഒന്നാണ്ട് തുടച്ച് കൊടുക്കുകയാണ്. പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഷീറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് തുടച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഫ്ലവർ വേസ്മലൊക്കെ ഇത്തിരി പൊടികളെ പോലെ തോന്നിയപ്പോൾ ഞാൻ അതും കൂടി ഒന്നാണ്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതാക്കണം കേട്ടോ നമ്മളെ വാഷ് ബേസൊക്കെ ഒന്നുകൊണ്ട് ക്ലീൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നാണ്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലുള്ള സംഭവമാണ് കേട്ടോ. അത് കൂടെ പോയപ്പോൾ ഞാൻ ഒരു ചേച്ചി വന്ന് തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിരുന്നു. സംഭവം എനിക്ക് ഇഷ്ടമായി. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ടാപ്പൊക്കെ നന്നായിട്ടൊന്നുകൊണ്ട് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടാപ്പുമ്പോഴൊക്കെ അങ്ങനെ ഒരു വെള്ള കുത്തു വരാറുണ്ട് കേട്ടോ. അത് കാര്യം നമ്മളെ കുഴൽ കിണറിലെ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ കഴുകലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിയുള്ള വെള്ളമായിട്ടാണ് തോന്നുന്നുണ്ട്. പാത്രത്തുമ്മലും അതുപോലെ അതേപോലത്തെ സ്റ്റീലിൻ്റെ ഐറ്റംസുമ്മലൊക്കെ ഒരു വെള്ളക്കുത്ത് വരാറുണ്ട്. നമ്മളെ കിണറിലെ വെള്ളം ഉപയോഗിക്കണ ആ ഒരു എന്താ പറയുക ഒരു സുഖം കിട്ടുന്നില്ല. കുഴൽ കിണർ എന്തായാലും വെള്ളത്തിന് വെള്ളം തന്നെ വേണമല്ലോ. അങ്ങനെ ഇതാക്കണു. പിന്നെ നമ്മളെ പൈപ്പിൻ്റെ സൈഡും ഒക്കെ ഞാൻ ഈ ടൂത്ത് ബ്രഷ് കൊണ്ടാണ് ഒന്നാണ്ട് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. മറ്റുള്ള ഭാഗം പിന്നെ നമ്മൾ സാധാരണ ബ്രഷ് കൊണ്ട് ഒന്നാണ്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വാഷ് ബേസിൻ എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും കഴുകേണ്ടതാണ്. അത് എല്ലാ ദിവസവും കഴുകിയിട്ടില്ല വെച്ചെങ്കിൽ അതിനൊരു സ്മെല്ല് വരും. നമുക്ക് എന്താ നോക്കുമ്പോൾ തന്നെ ഒരു വൃത്തികേടായി തോന്നൂലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും വാഷ് ബേസിനൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൊണ്ട് കഴുകി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക.
അങ്ങനെ നമുക്ക് ഇനി തുടയ്ക്കാനുള്ള കോലെടുക്കാനായിട്ട് അപ്പോൾ റൂമൊക്കെ വിരിച്ച് തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാൾ ഇതാക്കണം തുടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, ഒന്ന് അടിച്ചൊരിട്ടാൽ കഴിഞ്ഞാൽ തന്നെ വീട് നല്ല വൃത്തിയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ സമയമില്ലാത്ത ഒരു ദിവസമൊന്നും തുടയ്ക്കണമെന്നൊന്നുമില്ല. പക്ഷേ ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ തുടയ്ക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ. അവരിങ്ങനെ മുട്ടൊത്തിയിട്ടും മെഴിഞ്ഞിട്ടും ഒക്കെ നടക്കണതല്ലേ. അപ്പോൾ അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ഭയങ്കര വലിയൊരു പണിയുള്ളത് പിന്നെ ഈ തുണി മടക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടെന്ന് തുണി. അപ്പോൾ അതൊക്കെ ഒന്നത് മടക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട തുണികൾ ഉണങ്ങുമ്പോഴേക്കിന് അയക്ക് ഒഴിയും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കുന്ന തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറയാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.